യുഎഇയിൽ വിവിധയിടങ്ങളിലായി ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ മരിച്ചു. അബുദാബിയിലെ അൽ ബഹിയ മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പലസ്തീൻ സ്വദേശിയാണ് മരിച്ചത്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് അടച്ചിട്ട ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഭാഗികമായി തുറന്നു. ദുബായിലും അബുദാബിയിലുമായി രണ്ടിടങ്ങളിലാണ് ഏറ്റവും പ്രധാനമായും ഇറാന്റെ ഭാഗത്തു നിന്നും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി വ്യോമാക്രമണങ്ങൾ ഉണ്ടായത്. ഡ്രോൺ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചുമായിരുന്നു ആക്രമണങ്ങൾ. ഇതിൽ അബുദാബിയിലാണ് ഒരാൾക്ക് ജീവൻ നഷ്ടമായത്. അബുദാബിയിലെ അൽബഹിയ മേഖലയിൽ പലസ്തീൻ സ്വദേശി മരിച്ചു. ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് ആ മിസൈൽ വീണിട്ടാണ് അപകടം സംഭവിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത്. അബുദാബി മീഡിയ ഓഫീസാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് പുലർച്ചെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണം. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിനാണ് തീപിടിച്ചത്. മണിക്കൂറുകൾ അത് ആളിക്കത്തി. വളരെ കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും നമുക്ക് ആ തീപിടുത്തം കാണാമായിരുന്നു. ഇതേ തുടർന്ന് വിമാനത്താവളം മണിക്കൂറുകൾ അടച്ചിടുന്ന സാഹചര്യമുണ്ടായി. ദുബായിലേക്ക് വരുന്നതും അതോടൊപ്പം തന്നെ ദുബായിൽ നിന്നും പോകേണ്ടതുമായിട്ടുള്ള വിമാനങ്ങളൊന്നും സർവീസ് നടത്തിയില്ല. എന്നാൽ അല്പം മുൻപ് വിമാനത്താവളം ഭാഗികമായി സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചതായി ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നുണ്ട്. വിമാന സർവീസുകൾ ഭാഗികമായി ആരംഭിക്കുമെന്ന് എമിറേറ്റ്സും അറിയിച്ചിട്ടുണ്ട്. അതേസമയം എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ദുബായിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയെന്നാണ് അറിയിക്കുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളൊക്കെ രാവിലെ അടച്ചിട്ടിരുന്നു. അതൊക്കെ ഭാഗികമായി തുറന്നിട്ടുണ്ട്. ഏതായാലും യുഎഇ വലിയ ജാഗ്രതയിൽ ഇപ്പോൾ തുടരുകയാണ്. ഇതിനിടെ സൌദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഫോണിൽ സംസാരിച്ചു. ഇരു രാജ്യങ്ങളും ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെട്ടത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്.